എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 വിഷുഫലം, അതായത് മേടമാസം തൊട്ട് മീനമാസം വരെ ഉള്ള ഉത്രാട നക്ഷത്രത്തിന്റെ വിഷുഫലമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ പരിഹാരം ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങളെങ്കിൽ ചാനൽ സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മേടമാസം തൊട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭങ്ങളും നടവരവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നടവരവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്ക് സാമ്പത്തിക ലാഭം വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ഐശ്വര്യം, കീർത്തി, എന്ത് കാര്യങ്ങളും ചെയ്താലും നമ്മൾ വിജയിക്കുന്ന ഒരു മാസവും കൂടെയാണ് മേടമാസം. അപ്പോൾ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും വരാതിരിക്കും ദേവീ ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് ചെത്തിപ്പ് കൊണ്ട് മാല 7 വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത് നല്ലതാണ്. നിലവിൽ ജോലിയുള്ള ഉത്രാട നക്ഷത്രക്കാരാണെങ്കിൽ ഈ പറയുന്ന വഴിപാടുകളെല്ലാം ഞായറാഴ്ച ചെയ്താൽ മതി. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഒപ്പം തന്നെ ഇടവമാസത്തിൽ ജനങ്ങൾക്ക് പ്രീതി, അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ജനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും. ബന്ധുക്കാർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളോടൊരു ആദരവും ബഹുമാനവും ഒക്കെ ഒരു കൂടും. ഒപ്പം തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷങ്ങളുണ്ടാകും. നമ്മൾ ജോലി സ്ഥലത്തൊക്കെ പോകണമെങ്കിൽ നമ്മുടെ ജോലികൾ പെട്ടെന്ന് തീർന്ന് നമുക്ക് സമയലാഭം, വീട്ടിൽ വരുവാണെങ്കിൽ സന്തോഷപരമായ കാര്യങ്ങൾ ഉത്രാട നക്ഷത്രങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി നമ്മുടെ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ച് നവഗ്രഹാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മിഥുനമാസത്തിൽ ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിദേശത്ത് പോകാനും വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് വരാനൊക്കെയുള്ള ഒരു തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. ഒപ്പം തന്നെ ശത്രുദോഷങ്ങളൊക്കെ മാറി അവർ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് നടക്കാൻ പറ്റും. ഒപ്പം തന്നെ ജോലി തടസ്സമൊക്കെ മാറി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾക്ക് ഐശ്വര്യപരമായ കാര്യങ്ങളൊക്കെ വന്നു തരിക. ഐശ്വര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകും. അപ്പോൾ നമ്മൾ പറയത്തില്ല, നമ്മൾ എന്ത് കാര്യം ചെയ്തതിന് ഒരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ അച്ഛനമ്മ വഴിയുള്ള സ്വത്ത് കാര്യങ്ങളൊക്കെ കിട്ടും. നിലവിൽ സ്ഥലമുള്ള വ്യക്തികൾക്കൊക്കെ അത് മേടിക്കുവാനും സ്ഥലം നിലവിലുള്ളവർക്ക് വിൽക്കുവാനൊക്കെ ഒരു അനുകൂലമായ ഒരു തടസ്സങ്ങളൊക്കെ മാറി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. കർക്കിടക മാസത്തിൽ ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി വെള്ളിയാഴ്ച ദിവസം ദേവീ ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ചിങ്ങമാസത്തിൽ കടബാധ്യതകളൊക്കെ ഒന്ന് മാറി എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും അവർക്ക് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ലാഭം ഉണ്ടാകും. അതായത് നിലവിൽ വാഹനമില്ലാത്തവർക്ക് വാഹനം മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകും. കടമൊക്കെ ഒതുങ്ങി സമാധാനപരമായിട്ട് ചിങ്ങമാസത്തിൽ ഇരിക്കാൻ പറ്റും. ഒപ്പം തന്നെ കന്നിമാസത്തിൽ വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ നീങ്ങി വിവാഹം 4 ദിക്കിന്ന് വരുന്നതാണ്. നിലവിൽ പ്രണയവിവാഹം ഉണ്ടെങ്കിൽ ആ ഒരു വിവാഹങ്ങൾ 2 പേരുടെ വീട്ടുകാർ അംഗീകരിച്ച് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിലവിൽ വിവാഹ തടസ്സം അനുഭവപ്പെടുന്ന ഉത്രാട നക്ഷത്രക്കാർക്ക് ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് മുല്ലപ്പൂ കൊണ്ട് സ്വയംവര മന്ത്രാർച്ചന ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും. ഒപ്പം തന്നെ കന്നിമാസത്തിൽ ശത്രുദോഷമൊക്കെ മാറി ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ദോഷമാണ് ശത്രുദോഷം. അപ്പം നിലവിലുള്ള ശത്രുവിനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ കന്നിമാസത്തിൽ നമുക്ക് ഇതുവരെ നമുക്ക് ആരാണോ പണിത് ആ ഒരു ശത്രുവിനെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും. അവർക്ക് അനുഭവങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എനിക്കിട്ട് പണിത് ഇവനാണ് അല്ലേ, അപ്പം എന്നോട് ഇത്രയും കാലം ദ്രോഹിച്ചുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ സംഭവിച്ചത്. അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശത്രുദോഷം നമ്മൾ മാറാൻ വേണ്ടി ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മുടെ പേർക്ക് ഒരു ഒറ്റ തവണ നടകുരുതി കഴിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അത് കരുക്കി ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീടിൻ്റെ വാതിൽക്കൽ കൊണ്ട് കുഴിച്ചിടുക. ഒപ്പം തന്നെ വൃശ്ചിക മാസത്തിൽ പുണ്യപരമായ ക്ഷേത്രങ്ങളിൽ പോകാനുള്ള അവസരങ്ങളുണ്ടാകും. ഒപ്പം തന്നെ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കും. നമുക്ക് അടുക്കളയിൽ നല്ല നല്ല സാധനങ്ങളുണ്ടാകും. അതായത് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഭഗവതി സേവ ചെയ്ത് ആ ഒരു പ്രസാദം വീട്ടിൽ വെക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ ധനുമാസത്തിൽ നമുക്ക് 4 മൃഗത്തിൽ നിന്നും വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രാട നക്ഷത്രക്കാർ. അതായത് ചിലപ്പം നമ്മൾ വഴി കൂടെ പോകുമ്പോഴായിരിക്കും ഒരു പട്ടി വന്ന് ആ ഒരു ദോഷം കൊണ്ട് ചെറുതായിട്ടൊന്ന് മാന്തുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ദോഷം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് കരുതലോടെ ഇരിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, വീട്ടിൽ 4 മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാക്സിൻ എടുക്കുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ ഒരു ദോഷങ്ങളും കാര്യങ്ങളും മാറാൻ വേണ്ടി നമ്മൾ ശനീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ കുംഭമാസത്തിൽ സ്ഥലസംബന്ധമായ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ശത്രുദോഷങ്ങൾ മാറും. ഒരു ഉദാഹരണത്തിന് വീട് വെച്ചിട്ട് മാറാതെ ഇരിക്കുക, അതായത് പല പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വീട് പണി നടക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ വാടകയ്ക്ക് വീട് നോക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വീടുകളൊക്കെ വന്നു ചേരുന്നതായിരിക്കും. ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഒപ്പം തന്നെ മീനമാസത്തിൽ നിങ്ങൾക്ക് സർവ്വതും
എല്ലാ വിധത്തിലുള്ള നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാകും, മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാകും, പുതിയ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തും. ഒപ്പം തന്നെ ഉത്രാട നക്ഷത്രക്കാർക്ക് നിലവിൽ പല പല ജ്യോത്സ്യന്മാർ പല പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പം ചില ആൾക്കാർ നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല, മോശം മാത്രം അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള ഉത്രാട നക്ഷത്രക്കാർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള വീടിൻ്റെ അടുത്തുള്ള സർപ്പക്ഷേത്രത്തിൽ അവിടെ കാവിൽ എണ്ണ കൊണ്ട കൊടുക്കാതിരിക്കുക, രക്ഷസിന് പാൽപ്പായസം കൊടുക്കാതിരിക്കുക. ചിലപ്പം ആ പരിസരത്തുള്ള ആൾക്കാരായിട്ട് വടക്കുള്ള വീട്ടിലായിരിക്കും ഈ കാവിരിക്കുന്നത്. അപ്പോൾ അവരെ പേടിച്ചിട്ട് അവർ കാണും, ഇല്ലെങ്കിൽ അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തെങ്കിലും പറയുമെന്നുള്ള രീതി വെച്ചിട്ട് പോകത്തില്ല. പിന്നെ അച്ഛൻ വഴി അമ്മ വഴി ക്ഷേത്രം ഉണ്ടാകും. അച്ഛൻ വഴി അമ്മ വഴി കുടുംബമുള്ള ക്ഷേത്രത്തിൽ ഇവർ പോകത്തില്ല. ഇങ്ങനെ പോകാതിരിക്കുമ്പോഴത്തേക്ക് അവിടെ ധർമ്മദേവതയുടെ കോപം ഉണ്ടാകും. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ജാതകത്തിൽ നല്ല നല്ല ഭാഗ്യങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ഒരു ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക. ഒപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേശദേവതയെ പ്രീതിപ്പെടുത്തുക, നമ്മുടെ ഉപാസനമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. അപ്പം ഉത്രാട നക്ഷത്രക്കാർ എന്ത് ദോഷം ഉണ്ടെങ്കിലും എനിക്ക് എൻ്റെ ഈശ്വരൻ മാറ്റിത്തരാനുള്ളൊരു വിശ്വാസം ഉണ്ടാകണം. ഇത് എനിക്ക് വേണ്ടി ചെയ്യുന്ന വഴിപാടല്ല, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ തന്നെ വഴിപാടുകൾ ചെയ്ത് ഈശ്വരന് മുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.